സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മോടൊപ്പം വചനം പങ്കുവയ്ക്കാൻ വരുന്നത് ഹന്ന അൽഫോൺസിയാണ്. ഹന്നയെ നമുക്ക് ക്ഷണിച്ചാലോ? ഹായ് കൂട്ടുകാരെ, ഞാൻ ഹന്ന അൽഫോൺസ. ഉണ്ണീശോയുടെ ജന്മദിനത്തിനായി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 24-ാം ദിനത്തിൽ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും സൂക്ഷിച്ച് ക്ഷമിക്കാൻ കഴിയാത്ത മക്കളെ വചനമായി പിറന്ന ഈശോയ്ക്ക് സമർപ്പിക്കാം. ക്ഷമിച്ചും ക്ഷമ കൊടുത്തും ജീവിതം നവീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏതാനും ചില വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. മത്തായി 6:14. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. 1 പത്രോസ് 2:23. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ പരമേൽപ്പിക്കുകയാണ് ചെയ്തത്. എബ്രായർ 12:15. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവേൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. 1 തെസ്സലോനിക്ക 5:15. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ എല്ലാവരും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവേൻ. പ്രിയമുള്ളവരെ, ഹൃദയത്തിലുള്ള പാപത്തിന്റെ കറകളെ തുടച്ചു നീക്കാൻ വചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഹാപ്പി ക്രിസ്മസ്.